നമ്മുടെ HDFC ബാങ്കിന്റെ ATM പിൻ നമ്പർ ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്കിങ്ങനെ എളുപ്പത്തിൽ അത് നമ്മുടെ ATM മുഖാന്തരം റിക്കവർ ചെയ്തെടുക്കാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിനാദ്യമായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ HDFC ബാങ്കിൻ്റെ ഒരു ATM കൗണ്ടറിലോട്ട് പോയിട്ട് നിങ്ങളുടെ ATM കാർഡ് മിഷനിലോട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ട്രാൻസാക്ഷന് ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ അത് നമ്മൾ ചൂസ് ചെയ്തുകൊണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ചൂസ് ചെയ്തതിന് ശേഷം ഇത്തരത്തിലൊരു പേജിൽ രണ്ട് ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. മെയിൻ മെനു, അതേപോലെ സെറ്റ് യുവർ പിൻ എന്നുള്ള ഓപ്ഷൻസ്. അപ്പോൾ നമ്മുടെ പിൻ നമ്പർ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പുതിയൊരു പിൻ നമ്പർ ഇവിടെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ സെറ്റ് യുവർ പിൻ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷനാണ് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് അവർ ഇത്തരത്തിൽ നമ്മുടെ ബാങ്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് വന്നിട്ടുള്ള ഒരു 6 അക്ക OTP നമ്പറുണ്ട്. അത് എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഈ കറക്റ്റ് ടൈമിൽ വരുന്നതാണ് നമ്മളിപ്പോൾ ഈ ATMൽ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മളിവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം കൺഫേം എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് അവർ നമ്മുടെ മൊബൈൽ നമ്പർ, ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതും എൻ്റർ ചെയ്തിട്ട് കൺഫേം എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ പുതിയ പിൻ നമ്പർ എൻ്റർ ചെയ്യേണ്ട ഏരിയയിലോട്ട് എത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് തന്നെ സെക്യൂർഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഓർമ്മയിലിരിക്കുന്ന ഒരു 4 അക്ക പിൻ നമ്പർ തന്നെ പുതുതായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അത് കൃത്യമായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ്റെ ഭാഗമായിട്ട് ഒന്നുകൂടി നമ്മൾ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പുതിയ പിൻ നമ്പർ ഇവിടെ സക്സസ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് എന്ന നിലയിൽ നമുക്കിവിടെ ഇത്തരത്തിൽ മെസ്സേജ് വന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവാ.